സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യത്തിലേക്കുള്ള നിർണായക സൂചനകൾ പുറത്തുവരികയാണ്. നിലവിൽ സ്ഥാനം ഒഴിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചു. രഞ്ജിത്തിന്റെ വാഹനത്തിൽ നിന്ന് ഔദ്യോഗിക ബോർഡും എടുത്തു മാറ്റി. അതേസമയം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ കോഴിക്കോട്ടെ വീടിന് മുന്നിൽ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേർന്നുണ്ട്. ശാലിനി, ഒരുപക്ഷെ ഈ ഒരു കൃത്യമായൊരു നിർണായകമായ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ തിരക്കിട്ട ചർച്ചകളും പുരോഗമിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു രാജ്യസന്നദ്ധയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ സാംസ്കാരിക വകുപ്പിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. സാംസ്കാരിക വകുപ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരികയാണ്. ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ രാത്രിയോടുകൂടി ഔദ്യോഗികമായ രാജിയിലേക്ക് രഞ്ജിത്ത് കടക്കുമോ എന്നുള്ളതാണ് ഏറെ നിർണായകമായി ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ഏറെ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം. തൊട്ടു പിന്നാലെ തന്നെയാണ് ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന സംവിധായകൻ കൂടിയായിട്ടുള്ള രഞ്ജിത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ബംഗാളി നടി കൂടി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത്. മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരണമായി കൂടി രംഗത്തെത്തിയ സാഹചര്യത്തിൽ രഞ്ജിത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ചലച്ചിത്ര അക്കാദമിക്ക് അകത്തു നിന്നും ഒപ്പം തന്നെ സാംസ്കാരിക വകുപ്പിൽ നിന്നും ഇടതുമുന്നണിയിൽ നിന്നും ഒക്കെ ഉയരുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പ്രതികരണവുമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള സൂചനകൾ കൂടി നമുക്ക് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ രാജി വെക്കുമോ അതോ രാജി എഴുതി വാങ്ങുമോ, സർക്കാർ അങ്ങോട്ടേക്ക് പ്രതിരോധം ഉണ്ടാക്കുമോ എന്നതടക്കമുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നില്ല. ഔദ്യോഗിക ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അറിയുകയും ചെയ്യുന്നത്. വയനാട്ടിലെ ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി സംവിധായകൻ രഞ്ജിത്ത് ഉണ്ടായിരുന്നത്. ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ് ഈ ഗസ്റ്റ് ഹൗസിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ മടക്കയാത്ര അദ്ദേഹത്തിന്റെ മറ്റൊരു വാഹനത്തിലായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ വയനാട്ടിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. അദ്ദേഹം പോയിട്ടുള്ള ഒഫീഷ്യൽ വാഹനം അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെ വാഹനം അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ഒഫീഷ്യൽ ബോർഡ് അടക്കം വാഹനത്തിന്റെ നെയിം ബോർഡ് അടക്കം ഊരി മാറ്റിക്കൊണ്ടാണ് ആ വാഹനം അവിടെ നിന്നും മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം മറ്റൊരു വാഹനത്തിൽ യാത്ര ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി വരികയാണ്. ആ യാത്ര ഇനി കോഴിക്കോട്ടേക്കാണ് എന്നുള്ളൊരു അനൌദ്യോഗിക സൂചനകൾ കൂടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട്ടിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കായിരിക്കും പോവുക. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീടിന് കനത്ത സുരക്ഷ, പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. വയനാട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്ന ഗസ്റ്റ് ഹൗസിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം അവിടെ പ്രതിഷേധം നടത്തി. അല്പസമയം മുമ്പ് DGPക്ക് അടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകിയ ഒരു സാഹചര്യം നിൽക്കുന്നു. ഒപ്പം തന്നെ ആനി രാജ അടക്കമുള്ളവരും ഇടതുമുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം രഞ്ജിത്തിനെതിരെ ഉയർത്തുകയാണ്. DGPക്ക് അടക്കം ആനി രാജയും പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി രഞ്ജിത്തിന് നിയമ നടപടികൾ നേരിടേണ്ടതായി വരും. ഒപ്പം തന്നെ അത്തരത്തിൽ ഉള്ള ഒരാളെ ഇടതുമുന്നണി ഒരു രീതിയിലും സംരക്ഷിക്കേണ്ട എന്ന നിലപാട് തന്നെയാണ് ഇടതുമുന്നണിക്കുള്ളിലെ വനിതാ പ്രതിനിധികളും വനിതാ പ്രവർത്തകരടക്കം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. അല്പസമയം മുമ്പ് സതീദേവി അടക്കം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ്, ഇടത് സഹയാത്രികയാണ്. അവരും വ്യക്തമാക്കിയിട്ടുള്ളത് രഞ്ജിത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു അതിക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ബംഗാളി നടിക്ക് അത്തരത്തിലൊരു മോശം അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പരാതി ലഭിക്കുന്നത് നോക്കിയിരിക്കേണ്ട കാര്യമില്ല, നടപടികളിലേക്ക് കടക്കണം. അത് സംസ്ഥാന സർക്കാർ തീരുമാനം ഉടൻ എടുക്കണം എന്നൊരു നിലപാട് അവരും വ്യക്തമാക്കിയൊരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഒപ്പം തന്നെ സർക്കാരിനുള്ളിൽ തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനിയും ഒപ്പം രഞ്ജിത്തിനെ നിർത്തി കഴിഞ്ഞാൽ അത് ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണം ഉണ്ടാക്കുമെന്നൊരു വിലയിരുത്തൽ സർക്കാരിനുണ്ട്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കനത്ത പ്രഹരം നേരിട്ടുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ രഞ്ജിത്തിനെ കൂടി സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുകയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ അത് മറ്റൊരു രീതിയിൽ അവമതിപ്പുണ്ടാക്കുമെന്നൊരു വിലയിരുത്തൽ സർക്കാരിനുമുണ്ട്. സ്വാഭാവികമായും ഡിസംബർ അവസാനത്തോടെയോ ജനുവരിയോടുകൂടി IFFK ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുകയാണ്. അതിന്റെ സംഘാടക സമിതി അടക്കമുള്ള കാര്യങ്ങൾ രൂപീകൃതമായി നടപടികൾ പുരോഗമിക്കുമ്പോൾ ഇത്തരത്തിലൊരു രാജിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് എന്ത് രീതിയിലേക്കായിരിക്കും, എന്ത് മെസ്സേജ് ആയിരിക്കും പൊതുജനത്തിന് നൽകുക എന്നൊരു ആശയക്കുഴപ്പവും ചർച്ചയും ഒക്കെ സാംസ്കാരിക വകുപ്പിന്റെ തലത്തിലും നടക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അനൌദ്യോഗികമായി രാജിയിലേക്ക് രഞ്ജിത്ത് കടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ല. പക്ഷേ അത്തരത്തിലൊരു രാജ്യസന്നദ്ധയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള സൂചനകളാണ് വയനാട്ടിൽ നിന്നും നടക്കുന്ന ഈ നടപടികളുടെയും നീക്കങ്ങളുടെയും ഭാഗമായി വിലയിരുത്തുന്നത്. വിഷ്ണു.